ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4 പേരെയാണ് കസ്റ്റഡിയിലുള്ളത്. അപ്പോൾ 12 പേര് വളരെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പേര് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഒരു മനോജ്, ജീവൻ, ശ്രീജിത്ത് ആൻഡ് ഷാഹിൻ. ഈ 4 പേര് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. അവർ ഡയറക്റ്റായിട്ട് ഈ ആക്രമിച്ച കാര്യത്തിൽ അവരുടെ പങ്കുണ്ടായിരുന്നു. എല്ലാ വീഡിയോ ഫുട്ടേജിൽ അവർ കാണുന്നുണ്ട്. നിലവിൽ അവർ കസ്റ്റഡിയിലുണ്ട്. കുറച്ച് പേര് കസ്റ്റഡി കൂടി കിട്ടാനുണ്ട്. കുറച്ച് പ്രതികൾ കൂടി നമുക്ക് കിട്ടാനുണ്ട്. അവർ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ട് കസ്റ്റഡി വേണം. മ്യൂസിയം സ്റ്റേഷനിലാണ് നമുക്ക് കേസ് എടുക്കണം. മ്യൂസിയം സ്റ്റേഷനിൽ ചെയ്യാം. അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പാർട്ടി ഓഫീസിന് അകത്ത് കയറിയിട്ടില്ല ഇതുവരെ. പോലീസ് ഉണ്ടായിരുന്നു ഇവിടെ, പാർട്ടി ഓഫീസിനകത്ത് പ്രതികൾ ഉണ്ടായിരുന്നു ഇവിടെ. അത് സംശയിക്കുന്ന ബേസിസിൽ നമ്മൾ സസ്പെഷൻ ബേസിസിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പ്രതി കിട്ടാൻ വരെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കും, സെർച്ച് ഉണ്ടായിരിക്കും, എല്ലാ നടപടിക്രമങ്ങളും. അത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നിലവിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് 12 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഈ പ്രധാന പ്രതികളെന്ന് 12 പേര്. അത് 4 പേരെ പിടികൂടിയിട്ടുണ്ട്. പേരൊന്നുകൂടെ പറയുമോ സാർ? മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ. പാർട്ടി ഓഫീസിനകത്ത് അത് പറയാൻ പറ്റില്ല. പാർട്ടി ഓഫീസിനകത്തുണ്ടോ പ്രതികളുണ്ടോ? പാർട്ടി ഓഫീസിൽ പറയാൻ പറ്റില്ല പ്ലീസ്. ഇനി ഇവിടെ തുടരുകയാണോ? ഫോഴ്സ് ഇവിടെ തുടരുകയാണോ? ഓഫീസിൽ നമുക്ക് ഫുൾ ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, അകത്തുണ്ടെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ ഫുൾ ഫോഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ സംഭവത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും എങ്ങനെ അറസ്റ്റ് ചെയ്യാനാണ്? വീടുകളിൽ കയറോ? എങ്ങനെയാ നമ്മുടെ നീക്കം? എങ്ങനെയാ? എത്ര ദിവസം ലീഗൽ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്ത് സാർ, ഇത് ഇഡി ആയതുകൊണ്ടാണോ ഇത്ര വലിയ സമ്മർദ്ദം വന്നത് നമുക്ക്? അങ്ങനെയൊന്നുമല്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു വർക്കിന് പോകുമ്പോൾ തടസ്സാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. അത് വളരെ മോശമാണ്. ഇറ്റ്സ് ക്രിമിനൽ ആക്ട്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലേ ഈ ഇഡിക്ക് സെക്യൂരിറ്റി നൽകുന്നതിൽ? ഇല്ല, നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു, ഫുൾ ലൈസൻസും കൂടി ഉണ്ടായിരുന്നു. പരിസ്ഥിതി ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും പരിസ്ഥിതിക്കാം. പക്ഷെ ആക്രമിക്കാൻ പാടില്ല. അത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇവർ വരുന്നതും അല്ലെങ്കിൽ ഇറങ്ങുന്നതുമായി സംബന്ധിച്ചൊക്കെ ഒരു കോർഡിനേഷൻ പ്രശ്നം സംഭവിച്ചു. അല്ല, അവരുടെ പ്രൊസീജിയർ എന്താണ് അവരുടെ രീതിയിൽ ചെയ്തത് നമുക്ക് പിന്നെ മനസ്സിലായത് കൊണ്ട് ഫുൾ ഫോഴ്സ് പ്രൊട്ടക്ഷൻ കൊടുത്ത്. പോലീസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. അത് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മേ ബി ഈ സംഭവത്തിൽ നമ്മൾ എത്ര പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സാർ? ഏകദേശം ഒരു കണക്ക്, ഏകദേശം എത്ര പേര്? നിലവിൽ നമുക്ക് 12 പേര് ഐഡന്റിഫൈഡ് ആണ്. ഇനിയും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ശരി, DCP തപോഷ് ബസുമതാരിയാണ് സംസാരിച്ചത്. അദ്ദേഹം 12 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 4 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി അദ്ദേഹം പറയുകയാണ്. 4 പേരെയാണ് ഇപ്പോൾ അവിടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നുള്ള 4 പേരുകളാണ്. ഒപ്പം തന്നെ 12 പേരാണ് ആകെ ഉള്ളത്. പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് ഒരു പക്ഷേ ഇപ്പോൾ പോലീസിന് പിൻവലിക്കില്ല. അവിടെ ഈ അക്രമങ്ങളിൽ പ്രതിയായിട്ടുള്ളവർ, അതിൽ പങ്കെടുത്തവർ പാർട്ടി ഓഫീസിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. എവിടെയും സെർച്ച് ചെയ്തേക്കാം. പക്ഷേ ഇപ്പോൾ എന്താണ് പിൻവാങ്ങുന്നത് സംബന്ധിച്ചോ പാർട്ടി ഓഫീസിലേക്ക് കയറുന്നത് സംബന്ധിച്ചോ ഒന്നും ഒരു തീരുമാനമില്ല എന്നാണ് തപോഷ് പറയുന്നത്. എന്തായാലും രജീഷ് നരുക്കുനി ചേരുകയാണ്. രജീഷ്, അവിടെ ഇപ്പോഴും പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പിൻവാങ്ങില്ല എന്നതിൻ്റെ അർത്ഥം അവിടെ ഈ പാർട്ടി ഓഫീസിനകത്ത് ഈ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്ത ആളുകളുണ്ട് എന്ന് പോലീസിന് സംശയമുണ്ട് സ്വാഭാവികമായും. എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ പോലീസിന്റെ നടപടി? എങ്ങനെയായിരിക്കും അവിടെ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ അതിനെ പ്രതിരോധിക്കുക? രജീഷ്. മഹേഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരാണ് പോലീസിന്റെ ആദ്യ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 4 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി 8 പേരെ കൂടിയാണ് കസ്റ്റഡിയിലേക്ക് എടുക്കാനുള്ളത്. അതിൽ പലരും ഈ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോഴും ഇവിടെ തുടരുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇനി തുടരുമെന്നാണ് പോലീസ് നൽകിയിരിക്കുന്നത്. കാരണം ഇവിടുന്ന് പിൻവാങ്ങാൻ തയ്യാറല്ല. കാരണം മുഴുവൻ ആളുകളെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ തുടരാൻ തന്നെ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ SFIയും ഈ പ്രകടനത്തിൽ പങ്കെടുത്ത SFI
അടക്കമുള്ള പ്രവർത്തകർ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്താണ്. അവരും ഇതുവരെ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായിട്ടില്ല. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ പ്രതിപട്ടികയിൽ ഉള്ളവരാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ പാർട്ടി പ്രവർത്തകരും നടത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ ഒരു പോലീസ് നിലപാട് ഇവിടെ തുടരുകയാണ്. ഒരു ഇഞ്ചും പിന്നോട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. എന്തായാലും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രതിപട്ടികയിൽ 8 പേരാണ് ഉള്ളത്. അവരെ പിടികൂടുന്നവരെ ഈ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ DCP വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം 3 പേരെ ആദ്യം ഒരാളെയും പിന്നീട് 3 പേരെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ 4 പേരെയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത് 8 പേരെയാണ്. മഹേഷ്, യെസ്, അതാണ് ഏറ്റവും പുതിയ വിവരം. 12 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, 8 പേരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്, 4 പേരെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.